ഹായ്, നമസ്കാരം. ഞാൻ ബോസി, മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പേർട്ടും ഒരു കൗൺസിലറുമാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ചില വാക്കുകളാണ് വിധി അല്ലെങ്കിൽ ഭാഗ്യം, അങ്ങനെ കുറച്ച് വാക്കുകൾ. സത്യത്തിൽ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരാൾക്ക് ഒരു കാര്യത്തിലുണ്ടാകുന്ന റിസൾട്ടിനെയാണ് നാം ഭാഗ്യമെന്നോ അല്ലെങ്കിൽ അവൻ്റെ വിധിയെന്നോ ഒക്കെ പറയുന്നത്. ശരിക്കും ഈ റിസൾട്ട് എങ്ങനെയാണ് ഉണ്ടായത് ചിന്തിച്ചാൽ ഇത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് കാണാൻ സാധിക്കും. കാരണം തുടക്കം ഒരാളുടെ ചിന്തയിൽ നിന്നാണല്ലേ. കാരണം എന്തും തുടങ്ങുന്നത് ഒരാളുടെ മനസ്സിൽ ഒരു ചിന്തയിൽ നിന്നാണ്. നമ്മൾ നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങായ ദുബായിലെ ബുർജ് ഖലീഫ നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റും. അതിൻ്റെയൊക്കെ തുടക്കം ഒരാളുടെ മനസ്സിൽ ഒരു ചിന്തയിൽ നിന്നായിരിക്കും. പിന്നീടാണ് അതിന് പ്ലാനുകളും പദ്ധതികളുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത, ആ ചിന്തയിൽ നിന്ന് നമുക്കൊരു ഇമോഷനോ ഒരു ഫീലിങ്ങോ ഒക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലൊരു ദുഃഖചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആ ഫീലിംഗ് എന്ന് പറയുന്നത് ദുഃഖമായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾക്കുണ്ടാകുന്ന ചിന്തയാണ് ശരിക്കും നമ്മുടെ ഫീലിംഗ് ആയിട്ട് മാറുന്നത്. ഈ ഫീലിംഗ് ആയിരിക്കും നമ്മൾ ആ സമയത്ത് മറ്റുള്ളവരോട് നടത്തുന്ന ബിഹേവിയർ എന്ന് പറയുന്നത്. അല്ലെ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴൊക്കെ ഈ ഫീലിംഗ് നമുക്ക് ഉണ്ടാവും അല്ലേ. ആ ബിഹേവിയർ, ആ ഫീലിങ്ങിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമുക്ക് റിസൾട്ടായിട്ട് വരുന്നത്. ആ റിസൾട്ടിനെയാണ് നമ്മൾ ഭാഗ്യമെന്നും വിധിയെന്നും ഒക്കെ തലവരെയെന്നും ഒക്കെ പറയുന്നത്. ശരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ നമ്മുടെ ഈ ഭാഗ്യവും വിധിയും തലവരെയും ഒക്കെ നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കും. നമ്മുടെ ഒരു ചിന്ത മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചിന്തിക്കുമ്പോൾ നമുക്കെപ്പോഴും നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ഭാഗ്യമെന്ന് പറയുന്ന അത് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ, കാരണം ഒരാൾക്കൊരു ഭാഗ്യം ഉണ്ടായെന്ന് നമ്മൾ പറയുമ്പോൾ പിന്നിൽ പ്രവൃത്തി അറിയാത്ത, അതായത് അയാൾ എന്തൊക്കെ ചെയ്തു, എങ്ങനെ അയാളത് നേടിയെന്നറിയാത്തവരാണ് ഈ ഭാഗ്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട് അല്ലേ, എനിക്കൊരു ഭാഗ്യം ഉണ്ടായെന്ന്. പക്ഷേ അതിൻ്റെ പിന്നിൽ കുറേ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ റിസൾട്ടാണ് ഈ ഭാഗ്യമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തയെ മാറ്റിയാൽ നമുക്ക് ഏത് ലോകവും കീഴടക്കാൻ സാധിക്കും. നിങ്ങൾക്കും അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.